രാഷ്ട്രീയ വിവാദങ്ങളുടെ പരമ്പരയ്ക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സാക്ഷിയായത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് പത്രപരസ്യം വരെ രാഷ്ട്രീയ ട്വിസ്റ്റുകൾ, പലതും നിയമപോരാട്ടത്തിന്റെ വഴിയിലാണ്. ഫലം വന്ന ശേഷവും രാഷ്ട്രീയത്തെ കലുഷിതമാക്കുമോ പാലക്കാട്ടെ വിവാദങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആർ ശ്രീജിത്ത് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ മുന്നണികൾക്കകത്തെ പ്രശ്നങ്ങൾ, സരിൻ്റെ സ്ഥാനാർത്ഥിത്വം, സന്ദീപ് വാര്യരുടെ കളം മാറ്റം, അതിനിടയിൽ പത്രപരസ്യം, ഇരട്ട വോട്ട് വിവാദം, സാദിഖ് അലി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം, ട്രോളി വിവാദം, അങ്ങനെ പറഞ്ഞു തീരാത്തത്ര വിവാദങ്ങൾ ആ പ്രചാരണ കാലയളവിൽ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് പാലക്കാട് വിധി എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ ചിലത് കോടതി കയറും എന്നുറപ്പായി കഴിഞ്ഞു. ഇരട്ട വോട്ട് വിവാദത്തിലൊക്കെ ഫലം എന്ത് തന്നെയായാലും അത് കോടതി കയറും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മുന്നണികളുടെ നീക്കങ്ങൾ എങ്ങനെയാണ് ആർ ശ്രീജിത്ത്? റിജിത്ത്, ഒരു മാസക്കാലത്തിലേറെ നീണ്ടുനിന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വിവാദങ്ങളും സർപ്രൈസുകളും ട്വിസ്റ്റുകളും നിറഞ്ഞതായിരുന്നു. ഈ വിവാദങ്ങളിൽ പലതും വ്യവഹാരങ്ങളിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ഈ ഏറ്റവും ഒടുവിൽ വന്ന പത്രപരസ്യ വിവാദം കോടതി കയറി ഒരു വലിയ തെരഞ്ഞെടുപ്പ് കേസായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം വിദ്വേഷ പ്രചരണം നടത്തി എന്ന ആരോപണമാണ് LDF പരസ്യത്തിനെതിരെ UDF ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളടക്കം UDF കടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇപ്പോൾ തന്നെ ചില നേതാക്കൾ അത്തരം ചില സൂചനകൾ നൽകുന്നുമുണ്ട്. അപ്പോൾ ഈ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ ഈ പത്രപരസ്യത്തിൽ ഉൾപ്പെടുത്തി അത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ഇട നൽകുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള നിയമവ്യവഹാരങ്ങൾക്കാണ് സാധ്യത. ഇതോടൊപ്പം തന്നെ ട്രോളി വിവാദവുമായി, കള്ളപ്പണ വിവാദവുമായി ബന്ധപ്പെട്ട് CPIM കൊടുത്തിരിക്കുന്ന പരാതിയിൽ പോലീസ് ഇനിയും തീരുമാനം എടുത്തിട്ടില്ല. അത്തരം പരാതി ജില്ലാ പോലീസ് മേധാവിയുടെ പരിശോധനയിലാണ്. ഇതുവരെ FIR ഇടാൻ പോലും തയ്യാറായിട്ടില്ല ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ. ഒപ്പം തന്നെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ജില്ലാ കളക്ടർക്ക് മുന്നിലും LDFിൻ്റെയും മറ്റും പരാതിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിയമവ്യവഹാരങ്ങളായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്തായാലും വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാലും അവസാനിക്കുന്നില്ല, അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് പാലക്കാട് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ആർ ശ്രീജിത്ത്, മറ്റൊരു കാര്യം അറിയേണ്ടത് ഇനിയിപ്പോൾ ഒരു ദിവസം മാത്രമാണ്. മുന്നണികളുടെ പ്രതീക്ഷയെക്കുറിച്ചാണ്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, അവകാശവാദങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോഴും ഈ പോളിംഗ് ശതമാനത്തിൽ തുടരുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. ചിലയിടങ്ങളിൽ നഗരമേഖലയിൽ നഗരസഭാ പരിധിയിൽ വോട്ട് കുറഞ്ഞു എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ, അതുപോലെ പഞ്ചായത്തുകളിലെ വോട്ടുമായി ബന്ധപ്പെട്ട് പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. അത് ഇരു മുന്നണികളിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് വിവിധ ക്യാമ്പുകളിൽ കാണാൻ കഴിഞ്ഞത് ശ്രീജിത്ത്? റിജിത്ത്, ഈ പ്രചരണത്തിൻ്റെ ഘട്ടങ്ങളിലുണ്ടായ വിവാദം പോലെ വോട്ടെടുപ്പ് കഴിഞ്ഞും ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ തർക്കിക്കുന്നതാണ് നമ്മളിപ്പോൾ പാലക്കാട്ട് കാണുന്ന മറ്റൊരു കാഴ്ച. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ PRD വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ്. എന്നാൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ തിരിച്ചുള്ളൊരു കണക്ക് PRDയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നൽകിയിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളിലും മറ്റും പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. അത് ബൂത്ത് ലെവലിലുള്ള കണക്കുകൾ കൂട്ടിയെടുത്ത് വന്ന കണക്കാണെന്നാണ് അനുമാനിക്കുന്നത്. അങ്ങനെ വന്ന കണക്കിൽ BJP മറ്റും അവകാശപ്പെടുന്നത് നഗരസഭയിൽ പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നെന്നും UDFിൻ്റെ സ്വാധീന മേഖലയായ പിരായിരി പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞെന്നും എന്നാണ് പറയുന്നത്. മാത്തൂരിലും കണ്ണാടിയിലും LDFിനും സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്, അവിടെ പോളിംഗ് ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ UDFിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു പ്രചരണമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ ഉണ്ടായത്. എന്നാൽ അതിന് ശക്തമായ മറുപടിയുമായി ഇന്ന് ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും രംഗത്ത് വന്നു. ഈ പോളിംഗ് ശതമാനം ഉയർന്നുവന്നതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലും മറ്റും വന്ന കണക്ക് തെറ്റാണ് എന്നാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് പോളിംഗ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട ബൂത്ത് ഏജന്റുമാർക്ക് നൽകുന്ന ഒരു രേഖയുണ്ട്. ആ രേഖയിൽ എത്ര വോട്ടർമാർ ആ ബൂത്തിൽ ഉണ്ടായിരുന്നു, എത്ര പേർ വോട്ട് ചെയ്തു എന്നതിൻ്റെ കൃത്യമായ ഒരു കണക്ക് അവിടെ ഉണ്ടാകും. അത് വെച്ച് ടാബ്ലേറ്റ് ചെയ്തുള്ള ഒരു പുതിയ കണക്കുമായിട്ടാണ് ഇപ്പോൾ UDF രംഗത്ത് വന്നിരിക്കുന്നത്. അതനുസരിച്ച് പോളിംഗ് ശതമാനം നഗരസഭയിൽ 67% മാത്രമാണ്. നഗരസഭയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പിരായിരിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞുവെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ തവണത്തേക്കാൾ 200 വോട്ട് കൂടുതലാണ്. അതായത് 26,200 വോട്ടുകൾ പിരായിരിയിൽ പോൾ ചെയ്തിട്ടുണ്ട്. അത് സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം വോട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയാണ് അത് ഉണ്ടായത്. പോളിംഗ് ശതമാനത്തിൽ ഒരു ശതമാനത്തിൻ്റെ കുറവുണ്ടെങ്കിലും അവിടെ വോട്ടിൽ കുറവുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്തൂരിലും കണ്ണാടിയിലും പോളിംഗ് ശതമാനം കുറഞ്ഞുവെന്നാണ് UDF ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അങ്ങനെയാണ് UDF പ്രകടിപ്പിക്കുന്ന ഒരു വിജയപ്രതീക്ഷ. LDFും ഇതിനെ ശക്തമായി ചോദ്യം ചെയ്ത രംഗത്തുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFിന് ദോഷകരമായി മാറും. LDFിന് സുശക്തമായ ഒരു സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് ഞങ്ങളുടേതായ എല്ലാ വോട്ടുകളും ചെയ്യിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും കണ്ണാടി പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വലിയ വോട്ടുണ്ട് എന്നാണ് LDFിൻ്റെ അവകാശവാദം. ശരി, ആർ ശ്രീജിത്ത് പാലക്കാട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു.